യൂത്ത് ഫോർ എവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇറച്ചിച്ചോറ് വയ്ക്കുന്ന വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ കുറച്ചിട്ടാൽ മതി, കാരണം ഇതിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്കിൽ നല്ലപോലെ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ടാൽ മതിയെന്ന് പറയുന്നത്. പിന്നെ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് നല്ലൊരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നമ്മുടെ റൈസിനും അതുപോലെ തന്നെ ഗ്രേവിക്കും നല്ല ഒരു രുചി ഉണ്ടായിരിക്കും. അത് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ സ്റ്റോക്ക് ഇടുന്നത്. ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഇനി ഈ കൂട്ട് നന്നായി ചേർത്ത് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 4 വലിയ സവോള നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, പുതിനയില, 2 വലിയ തക്കാളി അരിഞ്ഞത്. ഇത് ഇത്രയുമാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇറച്ചി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഇറച്ചിച്ചോറ് നമ്മൾ കുക്കറിലാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ ഈ സവോള ഇട്ടൊന്ന് വാട്ടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം സവോളയിലേക്ക് ഇട്ടാൽ മതി. സവാള ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൗഡറാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പോരാതെയാണ് ഇത് ഒരല്പം കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി മസാല പുരട്ടി അരമണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു 5-6 വിസിലിന് വേവിച്ചെടുക്കാം. ബീഫൊക്കെ ഇപ്പോൾ അരമണിക്കൂറായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വളരെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നല്ലൊരു മണമൊക്കെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ അതിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും വേകാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ബീഫ് വെന്ത് നല്ലപോലെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്ലാസ് അരിയാണ് ഇവിടെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ ഇതിൽ ഓൾറെഡി ബീഫ് വെന്ത വെള്ളമുണ്ട്, അത് ഒരു 2 ഗ്ലാസോളം ഉണ്ട്. അവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്ത് ഇത് ഒരു 7 മിനിറ്റ് വിസിലില്ലാതെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. ഇങ്ങനെ അരി വേവിക്കുമ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കുകയും 15 മിനിറ്റ് തുറക്കാതെ വെക്കുകയും വേണം. എപ്പോഴേ അരിയുടെ വേവ് കറക്റ്റ് പാകമായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളതാണ് ഈ ഇറച്ചിച്ചോറ് റെസിപ്പി. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ സലാഡും പപ്പടവും കൂട്ടത്തിൽ സെർവ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു സൂൺ.